ഭരണം നഷ്ടമായതോടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ നിന്ന ടീമുകൾക്കും പണിയോട് പണിയാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള ED റെയ്ഡ് സജീവ ചർച്ചകളിലാണ്. ഇതിനിടയിലാണ് ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനത്തിൽ രണ്ടും കൽപ്പിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇറങ്ങിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്ന ADGP അജിത് കുമാറിനെതിരെ SIT റിപ്പോർട്ടിൽ പേര് വന്നാൽ നടപടി എന്ന ചർച്ചകൾ സജീവമായിരിക്കുന്നത്. ഗൺമാന്മാരുടെ രക്ഷാപ്രവർത്തനം ആഭ്യന്തരമന്ത്രി ഉറപ്പിച്ചു തന്നെ. ADGP അജിത് കുമാറിനെതിരെ SIT റിപ്പോർട്ടിൽ പേര് വന്നാൽ നടപടി. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിലെ വകുപ്പ് തല നടപടി വിശദീകരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. SIT സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ DGP നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ അടക്കമുള്ള 5 പേരെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവിറക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ADGP MR അജിത് കുമാറിനെതിരെ പ്രാഥമിക റിപ്പോർട്ടിൽ പരാമർശമില്ല. എന്നാൽ വിശദമായ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ പേര് വന്നാൽ നടപടിയെടുക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച ആലപ്പുഴ സംഭവത്തിൽ ആദ്യത്തെ കേസ് ഡയറി തിരുത്തിയതിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്നാണ് ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അതേസമയം കേസ് ഡയറി തിരുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് SIT. മർദ്ദന കേസ് അന്വേഷിച്ചിരുന്ന ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴിയാണ് SIT രേഖപ്പെടുത്തുക. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ളവർ തല്ലിയ സംഭവത്തിൽ കേസ് ഡയറി തിരുത്തലിലാണ് ADGPക്കെതിരെ അന്വേഷണം നടക്കുന്നത്. ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയ പ്രതിഷേധക്കാരെ ഗൺമാൻ അടക്കം മർദ്ദിച്ചെന്ന് എഴുതിയ ഡയറി തിരുത്തിയാണ് കേസ് എഴുതി തള്ളിയതെന്നാണ് ആരോപണം. കേസ് ഡയറി പെൻഡ്രൈവിലാക്കി ADGP അജിത് കുമാറിന്റെ ഓഫീസിൽ എത്തിച്ചെന്നാണ് ആദ്യ അന്വേഷണ സംഘം SITക്ക് നൽകിയ മൊഴി. ഗൺമാൻ അനിൽ കല്ലിയൂർ അടക്കമുള്ളവർ പ്രതിഷേധക്കാരെ എങ്ങനെ മർദ്ദിച്ചെന്ന് കൃത്യമായി ഡയറിയിൽ പറഞ്ഞിരുന്നു. ലോക്കൽ പോലീസ് പ്രതിഷേധക്കാരെ വലയം തീർത്ത് മാറ്റി നിർത്തിയിരുന്നു. ഇവരെ പിണറായിക്കൊപ്പമുള്ള വാഹന വ്യൂഹത്തിലെ കറുത്ത കാറിൽ നിന്നും വെള്ള ഷർട്ട് ധരിച്ച ഒരാളും കറുത്ത സ്യൂട്ട് ധരിച്ച 3 പേരും ചാടിയിറങ്ങി. ലാത്തി പോലുള്ള ആയുധം ഉപയോഗിച്ച് അടിച്ചു. അതിനുശേഷം കാറിൽ കയറിപ്പോയെന്നാണ് ഡയറിയിൽ ഉണ്ടായിരുന്നത്. ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ S അരുണാണ് കേസ് ഡയറി തയ്യാറാക്കിയത്. ആ ഡയറി തിരുത്തി ഗൺമാൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കി റിപ്പോർട്ട് നൽകിയെന്നാണ് SIT കണ്ടെത്തൽ. തിരുത്തും മുൻപുള്ള ഡയറി പെൻഡ്രൈവിലാക്കി ADGPയുടെ ഓഫീസിൽ എത്തിച്ചെന്നാണ് ആദ്യ അന്വേഷണ സംഘം SITക്ക് നൽകിയ മൊഴി. അതായത് കേസ് ഡയറി തിരുത്തിയെന്ന ഗുരുതര കുറ്റം നീളുന്നത് അജിത് കുമാറിലേക്കാണ്. കയ്യിൽ നിന്നും കടിച്ചു പിടിച്ചതും പോയ അവസ്ഥയിലാണ് CPM. 4 പാടു നിന്നും പണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തിരിച്ചടി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ED റെയ്ഡ്, തെരുവിലിറങ്ങി ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തിയ പ്രതിഷേധം, അറസ്റ്റ് നടപടികൾ. ഇതിനിടയിൽ നവീൻ ബാബു കേസ് CBI അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ CPMലെ ഉന്നതർക്ക് നേരെ ചോദ്യങ്ങൾ ഉയരുമോ? സുപ്രീം കോടതിയെക്കാളും വലുതാണോ കേരള മുഖ്യമന്ത്രി? നവീൻ ബാബു കേസിലെ CBI അന്വേഷണ നീക്കത്തിനെതിരെ CPM നേതാക്കൾ. ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന്. കണ്ണൂർ ADM ആയിരിക്കെയുള്ള നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ CBI അന്വേഷണം കൊണ്ടുവരാനുള്ള VD സതീശൻ സർക്കാരിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണ്ണൂരിലെ CPM നേതാക്കൾ. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം മുൻപ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്നും മുഖ്യമന്ത്രി VD സതീശന്റെ സ്വന്തം ഏജൻസിയായ സംസ്ഥാന വിജിലൻസിനേക്കാൾ വിശ്വാസം ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ CBIയിലാണോ എന്നും KK രാഗേഷ് ചോദിച്ചു. CBI അന്വേഷണം വരുന്നതിൽ CPMന് യാതൊരുവിധ ആശങ്കയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏത് അന്വേഷണം നടന്നാലും അത് നീതിപൂർവമായിരിക്കണമെന്നും രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി ഏജൻസികളെ മാറ്റാൻ പാടില്ലെന്നും MV ജയരാജൻ വ്യക്തമാക്കി. CBI എന്നത് ഒന്നിന്റെയും അവസാന വാക്കല്ല. സംസ്ഥാന സർക്കാർ CPMനെ വേട്ടയാടാൻ വേണ്ടിയാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിൽ കുറ്റാരോപിതർക്കും നിയമപരമായി മുന്നോട്ടു പോകാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം CPM ഇല്ലെന്ന പ്രചാരണം തെറ്റാണെന്നും നീതി നടപ്പിലാകണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിനായി CBIക്ക് വിടാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തെ സ്വാഗതം ചെയ്ത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ രംഗത്തെത്തി. തീരുമാനം വളരെയധികം ആശ്വാസകരമാണെന്നും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ട് സംസാരിച്ചിരുന്നുവെന്നും
അവരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായിട്ടുള്ള മറുപടി ലഭിച്ചെങ്കിലും ഇത്ര വേഗം CBI അന്വേഷണത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും മഞ്ജുഷ പറഞ്ഞു. കേസ് അന്വേഷണം CBIക്ക് വിടുന്നതിൽ പ്രതീക്ഷയുണ്ട്. CBI അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കുന്നുവെന്നും മഞ്ജുഷ പറഞ്ഞു. ഭരണപക്ഷ MLA-മാർ തമ്മിൽ പരസ്യമായി ഉടക്കിയിരിക്കുന്നു. മണ്ഡല അതിർത്തികളിലെ സന്ദർശനങ്ങളെ ചൊല്ലി ഭരണപക്ഷ MLA-മാർ തമ്മിൽ പരസ്യമായി ഉടക്കിയത് ആലപ്പുഴയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. G. സുധാകരനും റജി ചെറിയാനും പോരിനിറങ്ങിയിരിക്കുകയാണോ? കടുപ്പിച്ച് G. സുധാകരൻ. അറിയിപ്പില്ലാതെ തൻ്റെ മണ്ഡലത്തിൽ വന്നതെന്തിന്? കുട്ടനാട് MLA റജി ചെറിയാന് രൂക്ഷ വിമർശനം, ബാറിൻ്റെ പേരിലും പരിഹാസം. തൻ്റെ മണ്ഡലത്തിൽ മുൻകൂട്ടി അറിയിക്കാതെ സന്ദർശനം നടത്തിയ കുട്ടനാട് MLA റജി ചെറിയാനെ പൊതുവേദിയിൽ രൂക്ഷമായി വിമർശിച്ച് അമ്പലപ്പുഴ MLA G. സുധാകരൻ. അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന തോട്ടപ്പള്ളി സ്പിൽവേയിലാണ് കുട്ടനാട്ടിലെ UDF MLA ആയ റജി ചെറിയാൻ അറിയിക്കാതെ സന്ദർശനം നടത്തിയത്. ഇതേക്കുറിച്ച് നിയമസഭാ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി നൽകിയാൽ റജി ചെറിയാൻ ശിക്ഷിക്കപ്പെടുമെന്നും ആദ്യമായി MLA ആയ ഒരാൾ മറ്റൊരു MLAയ്ക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും G. സുധാകരൻ തുറന്നടിച്ചു. റജി ചെറിയാൻ്റെ ഉടമസ്ഥതയിലുള്ള ബാർ ഹോട്ടലിനെ പരാമർശിച്ചും സുധാകരൻ കടുത്ത പരിഹാസം ഉന്നയിച്ചു. താൻ അവിടെ വെള്ളമടിക്കാൻ പോകാത്തതുകൊണ്ട് തന്നോട് സ്നേഹം കാണില്ലെന്നും അവിടെ സ്ഥിരമായി വെള്ളമടിക്കാൻ പോകുന്ന നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡല അതിർത്തികളിലെ സന്ദർശനങ്ങളെ ചൊല്ലി ഭരണപക്ഷ MLA-മാർ തമ്മിൽ പരസ്യമായി ഉടക്കിയത് ആലപ്പുഴയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇപ്പോഴും CPM-ലാണെന്ന് സുധാകരൻ കരുതുന്നു. MLA-മാരുടെ രാജാവാകരുതെന്ന് റജി ചെറിയാൻ. അമ്പലപ്പുഴ മണ്ഡലം സന്ദർശിച്ചതിന് G. സുധാകരൻ നടത്തിയ വിമർശനത്തിന് മറുപടിയുമായി കുട്ടനാട് MLA റജി ചെറിയാൻ. സുധാകരൻ ഇപ്പോഴും CPM-ലാണെന്നാണ് കരുതുന്നതെന്നും MLA-മാരുടെ രാജാവാകാൻ നോക്കരുതെന്നും റജി ചെറിയാൻ പറഞ്ഞു. G. സുധാകരൻ ഇപ്പോഴും CPM ആണെന്നാണ് കരുതുന്നത്. ഈ പറഞ്ഞ മഹാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും അവിടെ നിന്നും മണ്ണ് കൊണ്ടുപോയിട്ടുണ്ട്. അക്കാലത്തൊന്നും സമയബന്ധിതമായി അവിടെ പൊഴി മുറിച്ചിട്ടില്ല. കുട്ടനാട്ടിലെ പാവങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയെന്ന് കണ്ടു കഴിയുമ്പോൾ അടിയന്തരമായി കോടികൾ മുടക്കി അവിടെ നിന്നും മണ്ണ് മാറ്റാൻ തുടങ്ങും. ആ മണ്ണ് കൊണ്ടുപോയത് അടൂരേക്കാണോ മറ്റെവിടേക്കെങ്കിലുമാണോ എന്നറിയുന്നത് അന്ന് ഭരിച്ചവർക്കാണ്. റജി ചെറിയാൻ പോയത് മണ്ണ് വാരിക്കൊണ്ട് പോകാനല്ല, തോട്ടപ്പള്ളി പൊഴി തുറന്നു കിടക്കുകയാണോ എന്നറിയാനാണ് പോയത്. കുട്ടനാട് MLA ആയ തൻ്റെ ഉത്തരവാദിത്വമാണിത്. അതിന് ആലപ്പുഴ ജില്ലയിലെ ഏത് എഞ്ചിനീയറെ വിളിക്കാനുള്ള അവകാശം കുട്ടനാട് MLAയ്ക്കുണ്ട്. എഞ്ചിനീയറെ വിളിച്ചുകൊണ്ടാണ് പൊഴിയിൽ പോയത്. ബാക്കി നിയമപരമായ നടപടികളെടുക്കാൻ അമ്പലപ്പുഴ MLAയെ അറിയിച്ച് എല്ലാവരെയും വിളിപ്പിച്ച് യോഗം ചേരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇവിടെ നിയമം വിട്ടോ മറ്റൊരു MLAയുടെ അധികാര പരിധിയിൽ കടന്നോ ഒന്നും ചെയ്തിട്ടില്ല. വ്യക്തിഹത്യ നോക്കിയും കണ്ടും ചെയ്യുന്നതാണ് നല്ലത്. UDF ജനാധിപത്യ പാർട്ടിയാണ്. MLA-മാരുടെ രാജാവാകാൻ ശ്രമിക്കരുത്. അതിന് സമ്മതിക്കുകയും നിന്നു കൊടുക്കുകയും ഇല്ലെന്നും റജി ചെറിയാൻ പറഞ്ഞു.